ഷഹിദ ബീവിയും ഡോക്ടർ രമയുമാണ് ഇത് മാധ്യമങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നതെന്ന് പറയുന്നു. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മറ്റ് ചാനലുകൾ ആരും തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ചോ അവിടുത്തെ അന്തേവാസികളെക്കുറിച്ചോ നടത്തിപ്പുകാരെക്കുറിച്ചോ പേരൊന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ അനാഥാലയം എന്ന് പറയുന്നത് സോമരാജൻ സാർ നടത്തുന്ന ഗാന്ധി ഭവനാണ് അറിയപ്പെടുന്ന ഒരു അനാഥാലയം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് അംഗങ്ങളുടെയും നടത്തിപ്പുകാരുടെയും അനുസരിച്ച് ഈ അനാഥാലയത്തിലെല്ലാം പുരുഷന്മാരും സ്ത്രീകളും സുഖമില്ലാത്തവരും കുട്ടികളും എല്ലാവരെയും പാർപ്പിക്കുന്ന അനാഥാലയമാണ്. ന്യൂസ് ചാനലിൽ സന്ധ്യ പല്ലവി 2022 അവരവിടെ ജോലി ചെയ്തു 4 ദിവസം. ഈ 4 ദിവസത്തെ ജോലി ചെയ്തപ്പോൾ അവർ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളാണ് അവർ അവിടെ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഷഫീനയാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളതും വിശദമായി വീഡിയോ ചെയ്തിട്ടുള്ളതും അവിടുത്തെ അന്തേവാസികളുടെ ശബ്ദവും വീഡിയോയും എല്ലാം പുറത്തു വിട്ടിട്ടുള്ളതും. ഗിരിജയുടെ മകൾ വർഷയുടെ ഭർത്താവ് സുജിത്തിന്റെ ഒരു സംഭാഷണം കേട്ടു. PV അവരെ ഫോണിൽ ബന്ധപ്പെട്ടതാണ്. ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവിടെ അങ്ങനെയൊന്നും സംഭവം ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് അവർ പറയുന്നത്. അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നും പറയുന്നുണ്ട്. ഷഫീന ബീവിയുടെ പേരാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ പരന്നതുകൊണ്ട് അവരുടെ അന്തേവാസികൾക്കും അമ്മമാർക്കും ഭക്ഷണം വസ്ത്രമൊക്കെ ആയിട്ട് കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്ത് തന്നെ ആയാലും കുറച്ച് അമ്മമാരെയും കുട്ടികളെയും ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പെൺകുട്ടികളെ മറ്റൊരു ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇനി അവിടെ കുറച്ച് അമ്മമാരാണുള്ളത്. അതിനും കൂടി ഒരു വഴി ഡോക്ടർ രമ കാണുമായിരിക്കും. അതിനും കൂടെ ഇടപെട്ട് അവരുമായി സംസാരിച്ച് അതിനൊരു വഴി കൂടെ ഡോക്ടർ രമ കാണുമായിരിക്കും. ഗിരിജയും മകനും മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നതായിട്ട് കണ്ടു. അവർ ശരിക്കും എന്തിനാണ് ഒളിവിൽ പോയത്? അവർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർ ഈ നടത്തിപ്പുകാരല്ലേ, എല്ലാത്തിനെയും ഫേസ് ചെയ്യണം. ഒരാളോ 10 ആളോ പറഞ്ഞത് കൊണ്ട് ഒരാളും മോശമാകുന്നില്ല. നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നവരാണ് അവരെങ്കിൽ അവരെന്തിന് പുറത്തു പോകണം? ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പം കുറച്ച് കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതെല്ലാം തരണം ചെയ്യണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വസ്ഥമായി ഒരിടത്തിരിക്കുക. അല്ലാതെ ഇവിടെ നിന്നും അവർ രണ്ടുപേരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഗിരിജയുടെ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടിയും കുഞ്ഞുമാണ് ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്നത് ആ കുട്ടിയായിരിക്കും. വിഷ്ണുവിൻ്റെ ഭാര്യയായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. അവളുടെ കുഞ്ഞ് ഒന്നും അറിയാനായിട്ടില്ല. ആ പെൺകുട്ടി എന്തെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴവിടെ ഇരുന്നിട്ട്. DNA ടെസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലോട്ട് പോകുന്നതായും ന്യൂസിൽ കണ്ടു. ആ പെൺകുട്ടി ശരിയായ മൊഴി കൊടുക്കുക. നമ്മൾ സത്യമാണെങ്കിൽ സത്യത്തിൻ്റെ കൂടെ മാത്രം പോവുള്ളൂ. ആരും നമ്മളെ സംശയിക്കില്ല. ഇനി വരുന്നതൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുക. ഈ ഒരു ന്യൂസിൻ്റെ പേരിൽ ആർക്കും ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ആരും വാർത്ത ചെയ്തിട്ടില്ല. ഇവിടെ ഷഫീന ബീവി ഇട്ടാലും സന്ധ്യ പല്ലവി ഇട്ടാലും കാര്യങ്ങൾ പുറത്തറിഞ്ഞല്ലോ. ഞാനും ചെറിയ രീതിയിലെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെയും ശബ്ദമോ ഒന്നും കൊണ്ടുവന്നിട്ടിട്ടില്ല. അവിടുത്തെ അന്തേവാസിയായിരുന്നു. അവർ കഷ്ടപ്പെട്ടു. അവരെ പോലെ മറ്റുള്ളവരും കഷ്ടപ്പെടരുത് എന്ന് വെച്ചിട്ടാണ് ഈ വിവരം അറിയിക്കുന്നതെന്ന് ആ വീഡിയോയിലൂടെ കേട്ടു. ശബ്ദം മാത്രം കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് നല്ല രീതിയിൽ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അല്ല, ആ സ്ഥാപനത്തിലെ അന്തേവാസികളെ വേറൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി അവർക്ക് വേണ്ട സുരക്ഷയും വസ്ത്രങ്ങളും മരുന്നും ഭക്ഷണവും കൊടുത്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മറ്റ് അനാഥാലയങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.